ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹന്നാസ് റെസിപ്പീസിലേക്ക് സ്വാഗതം. ഞാനിന്നൊരു വെജിറ്റബിൾ സമോസയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാവരും തന്നെ സമോസയൊക്കെ ഉണ്ടാക്കാറുള്ളതാണ്. എന്നാൽ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അല്പം വ്യത്യസ്തമായ ഒരു സമോസയാണ്. നല്ല ക്രീമി ആയിട്ടുള്ളൊരു ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സമോസയാണിത്. സാധാരണ നമ്മൾ മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ചേർത്തിട്ടൊക്കെയാണല്ലോ അതിൽ ഫില്ലിങ് തയ്യാറാക്കാറ്. എന്നാൽ അതൊന്നും ചേർക്കാതെ തന്നെ ചീസും അതുപോലെ ഒന്നും ചേർക്കുന്നുമില്ല. എന്നാൽ നല്ല ക്രീമിയാണ് താനും ഇതിൻ്റെ അകഭാവം. ഈ സമോസ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഞാനൊരു 2 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഇതിലോട്ട് ഒഴിച്ചിരുന്നത്. ഇനി ഇതിലോട്ട് പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഒരു സവാള ചേർത്ത് കൊടുക്കാം. സവാള നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് ഞാനിനി ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം വേണമെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്താലും മതി. അത് ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലോട്ടൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് ഞാൻ ചേർക്കാൻ പോകുന്നത് ഒരു ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയാണ്. ഇതിൽ ഞാൻ മുളക് പൊടി മല്ലിപ്പൊടി അങ്ങനെയൊന്നും ചേർക്കുന്നില്ല. പിന്നെ ഇതിലോട്ടൊരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്തിട്ട് തീ കുറച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഞാൻ നേരത്തെ ചേർത്ത് കൊടുക്കാൻ മറന്നുപോയി, അതാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലോട്ട് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് പൊട്ടറ്റോ ഉണ്ട്, ക്യാരറ്റ്, കോളിഫ്ലവർ, പിന്നെ ഒരു ചെറിയ കഷ്ണം ക്യാപ്സിക്കം. ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞെടുത്തിരിക്കുകയാണ്. ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുത്തിരിക്കുന്നതുകൊണ്ട് അത് പെട്ടെന്ന് തന്നെ വഴന്ന് അത് വെന്ത് കിട്ടുകയും ചെയ്യും. ഇത്രയും ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയിട്ട് തീ കുറച്ച് വെച്ചിട്ട് ഇത് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇത് വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിരിക്കുകയാണല്ലോ, അതുകൊണ്ട് അങ്ങനെ വെള്ളം ഒഴിച്ച് വേവിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ നമ്മളിത് എണ്ണയിൽ പൊരിക്കുമ്പോൾ അത് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടുകയും ചെയ്യും. ഇടയ്ക്കൊന്ന് പാത്രം തുറന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. സ്പ്രിംഗ് അനിയനൊക്കെ ഉണ്ടെങ്കിൽ ഇതിൽ ചേർത്ത് കൊടുത്താൽ നല്ലതായിരിക്കും. ഇപ്പം ഈ വെജിറ്റബിൾ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഗ്യാസ് ഓഫ് ആക്കുവാണ്. ഇത് ഇനി ഒന്ന് മാറ്റി വെക്കാം. ഇനി ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഇതിനകത്ത് ഒരു ക്രീമി ആയിട്ടുള്ള ഫില്ലിംഗ് ഉള്ള ഒരു സമോസയാണെന്ന് പറഞ്ഞല്ലോ. അപ്പം അതിനുവേണ്ടി ഒരു വൈറ്റ് സോസ് ഒന്ന് നമുക്ക് റെഡിയാക്കി എടുക്കണം. ഇപ്പോൾ ഈ പാനൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. അതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. തീ നല്ലതുപോലെ കുറച്ച് വെച്ചിട്ട് മൈദയുടെ പച്ച മണമൊക്കെ മാറുന്നിടം വരെ അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. മൈദ കരിഞ്ഞു പോകരുത്. ഇനി ഇതിലോട്ട് ചേർക്കാൻ വേണ്ടി ഞാനൊരു ഗ്ലാസ് പാലെടുത്ത് വെച്ചിട്ടുണ്ട്. അത് കുറേശ്ശായിട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ആ പാലും ഈ മൈദയും ബട്ടറും കൂടെ ഒക്കെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ വൈറ്റ് സോസ് തയ്യാറാക്കി എടുക്കുന്നത്. ഇനി ഇതിലോട്ട് ബാക്കി പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ വൈറ്റ് ക്രീമി സോസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. വേണമെങ്കിൽ ഇതിലോട്ട് നമുക്ക് ഒരല്പം ഉപ്പും അല്പം കുരുമുളക് പൊടിയൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പക്ഷേ ഞാനിപ്പോൾ ചേർക്കുന്നില്ല. നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ വെജിറ്റബിൾ ഫില്ലിങ്ങിനകത്ത് ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കാത്തത്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ആക്കിയിട്ട് ഈ വൈറ്റ് സോസ് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വെജിറ്റബിൾ ഫില്ലിങ്ങിലോട്ട് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ വെജിറ്റബിൾ സമോസയ്ക്ക് വേണ്ടിയുള്ള ക്രീമി ആയിട്ടുള്ള വെജിറ്റബിൾ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനെ ഒന്ന് തണുക്കാൻ വേണ്ടി വെക്കാം. അതിനുശേഷം വേണം നമുക്ക് വെജിറ്റബിൾ സമോസ റെഡിയാക്കി എടുക്കാനും. ഇനി സമോസ ലീഫ് ഒട്ടിക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു 2 ടീസ്പൂൺ മൈദ ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലോട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലൊരു പേസ്റ്റ് രൂപത്തിലൊന്ന് കലക്കിയെടുക്കാം. ഇനി സമോസ ലീഫിലോട്ട് ഇത് തേച്ചിട്ട് സമോസ ലീഫ് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. സമോസയുടെ ലീഫൊക്കെ ഫോൾഡ് ചെയ്യാൻ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. ഇത്രയും ഫില്ലിംഗ് കൊണ്ട് ഏകദേശം ഒരു 10-16 സമോസ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ എരിവൊക്കെ ഓരോരുത്തരും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വേണം ഇതിൽ ചേർക്കാൻ. എല്ലാ സമോസയും നമുക്ക് ഇതുപോലെ തന്നെ ഫോൾഡ് ചെയ്ത് അതിനകത്ത് ഫില്ലിങ് നിറയ്ക്കേണ്ടതാണ്. നമുക്ക് ഹോം മെയ്ഡായിട്ടുള്ള സമോസ ഷീറ്റ് ഉപയോഗിച്ചും ഈ സമോസ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇതിപ്പോൾ എല്ലാവരുടെയും ഇതുപോലെ ഈ സമോസ ലീഫ് ഉണ്ടാകണമെന്നൊന്നും ഇല്ലല്ലോ. ഇതിപ്പോൾ എല്ലാ സമോസയും ഞാനിവിടെ ഫോൾഡ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നതിന് ശേഷം അതിലോട്ട് ഓരോന്നായിട്ട് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൻ്റെ ഒരു വശം ഇപ്പോൾ ആയിട്ടുണ്ട്. ഇനി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം.
ഈ വൈറ്റ് സോസ് ഉപയോഗിച്ച് ചിക്കൻ്റെ ഫില്ലിങ് വെച്ച് സമോസ ഉണ്ടാക്കിയാൽ നല്ലതാണ്. ഈ വെജിറ്റബിൾ സമോസയ്ക്ക് പകരം എപ്പോഴും ഒരേപോലെയുള്ള വെജിറ്റബിൾ സമോസയൊക്കെ ഉണ്ടാക്കുന്നതിന് പകരം ഇതുപോലെയൊക്കെ ഇടയ്ക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇത് തീർച്ചയായിട്ടും ഇഷ്ടമാകും. നോമ്പ് സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു വെജിറ്റബിൾ സമോസയാണിത്. ഇതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ഹന്നാസ് റെസിപ്പീസ്.